ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്തോസിന്റെ ഒരു ഹാപ്പി വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സുഖത്തിനിടയ്ക്ക് കുറെ ചുമയുണ്ടെന്നുള്ളൂ. ഈ ചുമ പിടിച്ചിട്ട് ഇപ്പൊ 3 ആഴ്ചയായി കേട്ടോ. ഇതുവരെ അതിനൊരു ശകലം പോലും നാണം പോലും ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു പറഞ്ഞു ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ രാവിലെ എന്നെ സ്മിത വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്മിത വിളിച്ചിട്ട് പറഞ്ഞു അവള് ഫോൺ സംസാരിച്ചോണ്ട് ഇപ്പൊ തന്നെ എന്റെ ചുമ എൻ്റെ മാതാവ്. അപ്പൊ ചുമ കേട്ടപ്പോഴത്തേനും അവളെ കൊണ്ട് പറഞ്ഞു ആന്റി ദൈവത്തെ ഓർത്ത് ആയുർവേദത്തിൽ പോവും, അവിടെ എന്നാണ്ട് ഒരു പൊടിയോ എന്നാണ്ട മരുന്നോ എന്നാണ്ട ലേഖയോ എന്നാണ്ട കിട്ടും, അത് വാങ്ങിച്ച് കഴിച്ചാൽ മാറി. ഇന്നാള് കണ്ണനും ചിന്നനും അങ്ങനെ വന്നിട്ട് പപ്പ അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടാ കുറഞ്ഞേ കൊണ്ട് ആന്റി അവിടെ പോകാൻ പറഞ്ഞു. പിന്നെ കൃഷിഭവനിലൊന്ന് പോകണം. ശരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ബോറാവും. ഇത് എന്നാ ഈ തള്ളയുടെ ചുമയെന്ന്. ഇന്നലെ എൻ്റെ ചേട്ടായി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് അമ്മാൻ്റെ മോനാണ് കേട്ടോ, സുരേഷ് എന്നാണ് പേര്. ചേട്ടായി എന്നോട് വിളിച്ചിട്ടുണ്ട്, ആദ്യം നിന്റെ ചുമ മരുന്ന് മേടിച്ച് മാറ്റ്, അത് കഴിഞ്ഞിട്ട് നീ വീഡിയോ എടുത്താൽ മതി ഇത് കേട്ടോ. അപ്പോൾ എന്നാ പറയുന്നത്, ചുമ കേട്ട് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സിറപ്പും 2-3 കുപ്പി ചേട്ടായി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അതെല്ലാം ഞാൻ കുടിച്ചു. അല്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു പ്രാവശ്യം മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കിട്ടിയത് കഴിച്ചു. എന്നിട്ടൊന്നും കുറഞ്ഞില്ല. ഇത് ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും കാര്യങ്ങളോ. അതുകൊണ്ട് ഈ പ്രാവശ്യം തിരുമ്പ് നടക്കുമോ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. കാരണം ശ്വാസം മുട്ടലും ചുമയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ തിരുമാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് അവതാളമായ ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ആയുർവേദിക് പോകാൻ. ചേട്ടായിക്കാണെങ്കിൽ ഭയങ്കര കാലുവേദനയും മുട്ടുവേദനയും ഓരത്തിന് വേദനയും. ചേട്ടൻ 2 കൈ ഒടിഞ്ഞതല്ലേ. അപ്പം ഈ തണുപ്പുകാലം ആകുമ്പോൾ എല്ലാ വർഷവും കൈക്കൊക്കെ വേദനയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വല്ല കുഴമ്പോ തൈലോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചേട്ടായി കൂടെ മേടിക്കാം, എനിക്കും മേടിക്കാം. ചേട്ടായിക്കും ചുമയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ചേട്ടായിക്കും ചുമയ്ക്കും കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൃഷിഭവനിൽ ഒന്ന് പോകണം. നമ്മുടെ തെങ്ങിന് എന്തോ പിന്നെ ഫംഗൽ മാതിരി ഇങ്ങനെ കഴിഞ്ഞ ദിവസം സേവരിയേട്ടൻ അങ്ങോട്ടുള്ള ഒരു ഓല കിട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് കണ്ടോ സിന്ധു, ഇത് മൊത്തം ഫംഗലായതിനും മരുന്ന് സ്പ്രേ ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം ചേട്ടായി എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് ഒടിഞ്ഞൊടിഞ്ഞ് പോകുമല്ലായിരുന്നു മട്ടല്. അപ്പോൾ കൃഷിഭവനി നമ്മൾ ആയുർവേദാസ്ത്രീയുടെ തൊട്ട് മുകളിലായിട്ടാ കൃഷിഭവൻ. അപ്പോൾ അവിടെ പോയി കൃഷിഭവനിൽ നിന്ന് അതിന് ആ ഫോട്ടോ കാണിച്ചിട്ട് വല്ല മരുന്ന് തരുവാണേലേ അതുകൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് സ്പ്രേ ചെയ്യാൻ നോർത്ത് നട്ടുപിടിപ്പിച്ച് ആദ്യം നന്നായിട്ട് ഉണ്ടായ തെങ്ങ, ഇപ്പോൾ ഒരെണ്ണം പോലും പിടിക്കുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ കൃഷിഭവനിൽ വരെ ഒന്ന് പോകാം, പിന്നെ റേഷൻ കടയ്ക്ക് ഒന്ന് പോകാം. അങ്ങനെ എല്ലാത്തിനും കൂടി രാവിലെ ഒരുങ്ങി സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം മഴ പെയ്യുന്നില്ല, നിൽക്കുന്ന മൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂട്ടി കൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ ഈ സാധനം എല്ലാം നമുക്ക് അതേ വെച്ചോണ്ട് വരാമല്ലോ, വണ്ടി വെച്ചോണ്ട് വരാമല്ലോ. പിന്നെ ഈ 2-3 സ്ഥലങ്ങളിൽ പോകേണ്ടതുകൊണ്ട് അവിടെ ആകുമ്പോൾ നമ്മുടെ സൗകര്യത്തിനാകുമ്പോൾ കൊണ്ട് നിർത്തി കൊണ്ടുപോകാമല്ലോ. അപ്പോൾ വണ്ടി എടുക്കൊന്നുമില്ല. എന്നാ പറഞ്ഞാൽ 5000 കിലോമീറ്റർ എങ്ങാണ്ടാണ് അടുത്ത സർവീസിന് കാണിക്കേണ്ടത്. 530 എങ്ങാണ്ട് അയക്കുന്നത് ഇതുവരെ. എവിടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ വരെ പോന്നു. 1-2 പ്രാവശ്യം അല്ലേ ഈ പീരുമണ്ണി വരെ പറയുക. അത് മഴ കഴിഞ്ഞിട്ട് ഇവിടെ പോയില്ലോ. ചപ്പാത്ത് വഴിയൊക്കെ ഒത്തിരി മോശമായിട്ട് കിടക്കുക. അപ്പോൾ അതിലേക്ക് പോകാനും പാടാം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ചേട്ടായി കടയിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ. എന്നു വെച്ചാൽ വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പാടാടിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും ഓടിച്ച് സർവീസിനുള്ളത് വാക്കട്ടെ. അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ കുറേ സമയത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ എന്നാ പറഞ്ഞത്, ഞാൻ എന്തൊരു കാര്യം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇട്ടാലും എന്നെ സ്നേഹമുള്ളവരൊക്കെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷത്തിലോട്ട് പോവാം. ബൈ. നല്ല വെയിലുണ്ട്. ഞാൻ പോയിട്ട് വരുന്നോളം വരെ വെയിൽ നിന്നാൽ മതിയായിരുന്നു. ആ വെള്ളം കണ്ടോ, അവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുക. നമുക്ക് വണ്ടി വരാൻ പറ്റത്തില്ല. നിസ്സാരം ഒരു ഓട്ടോ വരുമ്പോൾ തന്നെ ഇവിടെ താഴുക ഉണ്ടോ, കുഴി ഉണക്കം അയക്കുന്നുണ്ടോ ഉണ്ടോ, ഇവിടെ എല്ലാം താന്നു പോവുക. റേഡിയോ കൂട്ടനെ ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം മൊത്തം വെള്ളം കെട്ടിക്കിടക്കും. അതാ ഒരു പ്രശ്നം. വണ്ടി അപ്പുറത്തോട്ട് കടത്തിക്കൊണ്ട് പോകണം, ഭയങ്കര പാടാണ്. നല്ല കാറ്റും ഒരു തെളിച്ചവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം. പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേനും എങ്ങനെ ആവുന്നതില്ല. എന്തായാലും ഞാൻ പോട്ടൊക്കെ ഒന്ന് വരട്ടെ. ഈ തെങ്ങിനൊക്കെ അപ്പടി കേടാന്ന്, ഈ തെങ്ങിനും ആ തെങ്ങിനും ഒക്കെ കേടാ. അയ്യോ, ഒരുത്തം പല്ല് തേക്കുന്നവളോടാ, ഇപ്പോഴേത്തോ ഉള്ളോ? അത് ശരി, ആണോ? ആരാട്ടൊരു ഒരു ടാക്സിക്കാരൊക്കെ വന്ന് കിടപ്പുണ്ട്, അറിയാൻ നടത്തില്ല. പോയിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ. എന്നതൊക്കെ സാധനം കിട്ടിയെന്നറിയോ ആയുർവേദത്തിൽ നിന്ന്? എന്താ കൃഷിഭവനിൽ പോയില്ല കേട്ടോ. ചേട്ടായി പറഞ്ഞു കൃഷിഭവനിൽ ചേട്ടായി എന്തോ മരുന്ന് അതിന് അടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട ആന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയില്ല. താലീസ് പത്രാതി ചൂർണമാണ് ഇതാണ്ട് കിട്ടിയേക്കുന്ന മരുന്നുകളാണ്. കാണിച്ചു തരാം കേട്ടോ. ഈ പൊടി ഇതിനകത്തിട്ടിട്ട് കുറച്ച് അളവ് ഇതനുസരിച്ച് തരത്തുള്ളൂ കേട്ടോ.
ഇതിനകത്ത് ഈ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ വിട്ട് ഓരോ സ്പൂൺ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചുമ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇത് ചേട്ടായിക്ക് മേടിച്ചു കേട്ടോ, കാലിന് വേദന കൈക്ക് വേദനയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടായിക്ക് കുഴമ്പ്. പിന്നെ എനിക്ക് ഇത് 20 ml വീതം കഷായം, അരിഷ്ടം, ഇത് കഷായം, ഇത് 10 മില്ലി വീതം, ഇതിനകത്ത് 2 അടപ്പ് മരുന്ന്, 4 അടപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് ഇത് രാവിലെ പോയിട്ട് കുടിക്കാൻ പറഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ദൈവം എങ്ങനെയും ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ അത്രയും മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കിട്ടി. പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി സാധനമൊക്കെ മേടിച്ചു. എന്തായാലും ഇതൊന്ന് വെച്ചിട്ട് തിന്ന് നോക്കാം അല്ലേ, ഇത് തിന്നാലും നന്നായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അയ്യോ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് പൊട്ടിക്കാൻ നോക്കിയിട്ടത് ഇതായിപ്പോയോ. നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി തോണ്ടി ഇങ്ങനെ കഴിച്ചാൽ മതി എന്നാണ് കേട്ടോ. നോക്കട്ടെ. ചുക്കും കുരുമുളകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇരിച്ചാൽ ഇങ്ങനെ തോണ്ടിയിട്ട് നക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അന്നേരം മാറുമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ദൈവമേ, ഒന്ന് കഴിഞ്ഞ ആഴ്ച പോകേണ്ടതായിരുന്നു തോന്നി. ഇതെല്ലാം കൂടെ തന്നിട്ട് ഉറപ്പായിട്ട് മാറിക്കൊള്ളുന്നു. നമ്മൾക്ക് അത്രയും ഇതായിട്ട് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരിതുണ്ടല്ലോ. 3 കുപ്പിയും കണ്ട് സിറപ്പ് കുടിച്ചു. അതിനകത്ത് 1-2 പ്രാവശ്യം ചേട്ടാ ഈശിച്ച് കുടിച്ചെന്നേ ഉള്ളൂ. ബാക്കി മൊത്തം ഞാൻ കുടിച്ചത്. എന്നിട്ട് ഒരു കുറവില്ല. ഏതായാലും ഇതുകൊണ്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മരുന്ന് നോക്കി മേടിച്ചുകൊണ്ട് വന്നു. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. അപ്പം നമ്മുടെ സ്കൂട്ടി ഇതുവരെ അയക്കുന്നത് എത്രയാണെന്നറിയോ, 500 കിലോമീറ്റർ കണ്ടേ ആയിട്ടുള്ളൂ. 1000 ആകേണ്ട അടുത്ത് 500 ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 540 അങ്ങനെ കണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1000 കിലോമീറ്റർ ആകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് സർവീസിന് കിട്ടുന്നത്. എന്നിട്ട് ആയിട്ടില്ല. അപ്പോൾ ഇപ്പം 540 കണ്ട അത്രയും കണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ എസ്റ്റേറ്റ് വഴിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, വെയിലുണ്ടല്ലോ, ഇച്ചിരി ചുമ്മാ ഇതിലേക്ക് ഒന്ന് ഓടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ട് വരാം അല്ലേ. ശരിക്കും നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെയൊക്കെ ഇപ്പുറത്തെത്തി കേട്ടോ. ഒരു വണ്ടി പോകുന്നുണ്ട്, ഗ്ലാസ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേടെ നല്ല രസമില്ലേ കാണാനായിട്ട്. ഓ അടിപൊളി. ഇങ്ങനത്തെ പൂവാണ് ഇപ്പം ഈ ചെടിച്ചട്ടിക്കകത്തൊക്കെ എല്ലാവരും മേടിച്ച് നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ, പൂങ്ങണിച്ചെടി. അപ്പം ഞാൻ ഇത് വന്ന് ഇങ്ങനെ പറയുന്നത് പുതുക്കടയുടെ മൂളുവശം എത്തി. ഇനി നമ്മൾ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഈ വഴിയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ചേച്ചി, വരുമായിരിക്കും. ബസ് എപ്പോഴാണ് ഉള്ളത്? ഇല്ലേ, ആണോ? ഓ, എന്നാ പറഞ്ഞാലും നമ്മൾ ഈ എസ്റ്റേറ്റ് അങ്ങോട്ട് സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസമില്ല. എന്നാ പറഞ്ഞാലും എസ്റ്റേറ്റിലെ ജീവിതം ഒരു നല്ല ഒരു ഭയങ്കര എപ്പോഴും പച്ചപ്പും അല്ലേ. അതേ ആ വഴിയെ ഒരു വണ്ടി. അപ്പം നമ്മളിങ്ങനെ വന്ന് എസ്റ്റേറ്റിൻ്റെ അവിടെയുള്ളൊരു അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. വേണ്ട, അവിടെ നിന്നൊക്കെ വണ്ടി അവിടെ നിന്നൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. വേണ്ടേ, നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പുതുക്കട വരെ വന്നിട്ട് പോകാം എന്നൊക്കെ കരുതി വന്നതാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി ഓടിച്ചേക്കാൻ വണ്ടി എന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസം ആയായിരുന്നു വണ്ടി എടുത്തിട്ട്. ഇച്ചിരി എന്നാ ഇന്നലെ വീട്ടിൽ വരെ പോയപ്പോൾ ഒന്ന് അടിച്ചോളൂ, കുറേ ദിവസം കൂടിയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതേ വണ്ടി കാറൊക്കെ പാഞ്ഞു വരുന്നുണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു നിങ്ങളെ കൂടി ഈ കാഴ്ച കാണിച്ചു തരാമെന്ന് കേട്ടോ. നല്ല രസമില്ലേ, അവിടെ ഒരു മരം നിൽക്കുന്നതെന്ന് നോക്കണേ. കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചില സമയത്ത് ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ചില മരങ്ങളിലൊക്കെ ഭയങ്കര പൂവൊക്കെ ആയിരിക്കും കേട്ടോ നിറച്ച്. പിന്നെ ഇവിടുത്തെ ഈ ലൈൻസിനകത്തുണ്ടല്ലോ നമ്മുടെ ജയകുമാറൊക്കെ താമസിക്കുന്നത് കേട്ടോ. ജയകുമാർ എന്ന് വെച്ചാൽ ചേട്ടയുടെ എന്നാ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പെട്ട ഒരു കുഞ്ഞിനെ പോണ കാണാൻ വണ്ടി ഓടിക്കുന്നൊരു കൊച്ചാണ് കേട്ടോ. അപ്പോൾ ജയകുമാറിൻ്റെ വീടാണ് അവിടെ. ഇവിടെയൊക്കെ ഉള്ളവരൊന്നും എനിക്ക് ആരും പരിചയമൊന്നുമില്ല കേട്ടോ. ഈ പരിസരത്ത് ജയകുമാറിനെ മാത്രമേ പരിചയമുള്ളൂ. നമ്മൾ വന്ന് എസ്റ്റേറ്റ് അതേ ബസ് വരുന്നുണ്ടോ കേട്ടോ. അല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ. ഈ സെറ്റപ്പ് എന്താ പറയുക, ഏലപ്പാറ ബസ്സാണ് കേട്ടോ. അപ്പം ഞാൻ തേണ്ടേ അങ്ങ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അങ്ങേ അറ്റം വരെ പോയി, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി. അപ്പോഴത്തേനും ഒരുമാതിരി അത്യാവശ്യം നല്ല ഉണക്ക് മഴയാറി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു ഇതിലേ പോയി കറങ്ങി ഏലപ്പാറയിൽ ചെന്നിട്ട് നമുക്ക് നേരെ ഉപ്പാറ വരാമെന്ന് കേട്ടോ. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോവാണ്. മഴയ്ക്കുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു. ഉണ്ടോ, എൻ്റെ അമ്മമാതാവിനെ കണ്ടങ്ങനെ എവിടെയാണെങ്കിലും വണ്ടി നിർത്തും കേട്ടോ. അമ്പലവും പള്ളിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹരമാണ് അല്ലേ. അയ്യോ, അപ്പം ഞാൻ അതിലേക്ക് വണ്ടി വരുന്നുണ്ട്. നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാത്രി വരുമ്പോൾ ഈ ഇത് കാണാനായിട്ട് ഒന്നുകൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, വണ്ടിയൊക്കെ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ, കാറ് ഒളിഞ്ഞ് നോക്കിയിട്ട് പോകട്ടെ. ഇതന്നെ ഈ ചേച്ചി കാണിക്കുന്നതെന്ന്. അപ്പം നല്ല രസം, ആകാശമൊക്കെ നല്ല മേഘമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രസമില്ലേ. അപ്പോൾ ഇതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകാം. രസമാണ് നോക്കിയത് പാടാനായിട്ട്, എത്ര ഭംഗിയല്ലേ. അയ്യോ, നല്ല രസം കേട്ടോ, നല്ല രസം. അവിടെ കണ്ട് തടി മുറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ആ താഴോട്ടൊക്കെ നോക്കിയേ, കണ്ടോ വെള്ളമൊക്കെ ഒഴുകി ഒരു കുഞ്ഞു തോടും കുറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര മലയാണ് അതിൻ്റെ പുറകോട്ടൊക്കെ കേട്ടോ. ഭയങ്കര മലയെന്ന് വെച്ചാൽ ഭയങ്കര മലയാണ്. ഞാൻ വണ്ടിയിലൊക്കെ നേരത്തെ കാറിലൊക്കെ ഓല ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇവിടെ ഒക്കെ കാണുമ്പോൾ ഓർക്കുമായിരുന്നു ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ ദൈവമേന്ന്. വണ്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് കിട്ടത്തില്ലോ. ഞാൻ ഈ വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ ഒരാറൊക്കെ. അപ്പം ഇവിടെയായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെയായിട്ട്. അവിടെ ഈ അഴിയലർക്കമൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനും ചേട്ടായൊക്കെ എപ്പോഴും എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ. അവിടെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഉണ്ടോ, അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടിയുണ്ട്, തരുന്ന വണ്ടിയുണ്ട്. ഇപ്പോൾ ഈ വഴി നന്നായിട്ട് പണിതുകൊണ്ട് ഇത് കണ്ടോ മഴപ്പുള്ളു പറക്കുന്നുണ്ട്, മഴക്കാരൊക്കെ കയറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം അല്ലേ. എന്തായാലും കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങിയതിന് ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഈ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് എന്നാ പറയുന്നത് കുറച്ചുകൂടി ഇതാ അല്ലേ. നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നൊന്ന് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. കൂടെ എന്നാ പറഞ്ഞാലും ചേട്ടായും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇതാണ്. പക്ഷേ ചേട്ടായിക്ക് കടയിൽ നിന്ന് ഇപ്പോൾ മാറാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയല്ല നമ്മളും വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നേ ചേട്ടായിട്ട് പറഞ്ഞാൽ അയ്യോ വേണ്ട ആ തേയിലപ്പുരയോട് പൊട്ടിക്കാൻ തിരിച്ചു പോരെ, അല്ല ഇവിടുന്ന് അവിടെ വരെ പൊട്ടിക്കാൻ തിരിച്ചു പോരെ. ഒരു ഇച്ചിരി സ്ഥലം പറയും കേട്ടോ. ചേട്ടായിക്ക് സത്യത്തിൽ പേടിയാണ്. ശരി, ഞാൻ വലിയ അത്രയും ഇതായില്ലല്ലോ, എക്സ്പെക്റ്റ് ആയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ചേട്ടായിക്ക് പേടി. പക്ഷേ നമ്മളങ്ങനെ ഓടിച്ചോടിച്ച് വേണമല്ലോ കൈ തെളിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടായിട്ട് മിണ്ടാതെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ പകുതിക്ക് വന്നപ്പോൾ മറ്റേ അവിടുത്തെ രഞ്ജിത്തിനെ കണ്ടിട്ടുണ്ട് കടയിൽ നിൽക്കുന്നത്. അവനും അവൻ്റെ വൈഫും കൂടെ അവിടെ കണ്ട് പോട്ട് ബൈക്കിൽ പോകുന്ന കണ്ടു. അപ്പം മിക്കവാറും ഇപ്പോൾ ചെന്നിട്ട് പറയും മാമ ആൻറ്റി അതിലെ വെച്ച് പിടിക്കുന്നത് കണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അറിയും ചേട്ടാ, ഇപ്പം തന്നെ അറിയും. എന്തായാലും വലിയൊരു കാഴ്ച കണ്ടോ, ഒരു സുന്ദരി വീട് കേട്ടോ. എന്നിട്ട് നല്ല പൂവൊക്കെ, നല്ല രസം കാണാനായിട്ട്. അപ്പം ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. അതാണ് കേട്ടോ ചേട്ടായി ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റ്. അതാണ് കേട്ടോ. നമ്മുടെ ബൈജു ആണ് പോകുന്നത്, ഓട്ടോ ഓടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അവൻ തലയൊക്കെ ആട്ടി കാണിച്ചിട്ട് പോവാണ് കേട്ടോ. വേണ്ടേ, ഈ എസ്റ്റേറ്റിലായിരുന്നു, ഈ ഫാക്ടറിയിലായിരുന്നു ചേട്ടായി രണ്ടാമത് ജോലി ചെയ്ത്. ആദ്യം നമ്മുടെ അവിടുത്തെ ഒറ്റമരത്തിൻ്റെ അടുത്ത്, അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത് ഇവിടെയാണ് കേട്ടോ ചേട്ടായി ജോലി ചെയ്തത്. അതെല്ലാം നശിച്ചു പോയി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉപ്പുകറിയൊക്കെ വലിയ ലെവലായി പോയേനെ കേട്ടോ. അത്രയും നല്ല ഇതായി പോയേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വീട് കണ്ടപ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. നല്ല രസമില്ല കാണാനായിട്ട്. ആരുടെയാണെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. ഇപ്പം വന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ, 9 ഏക്കറിൻ്റെ അടുത്താണ് കേട്ടോ. എൻ്റെ മുന്നേ ഞാൻ കുറേ വന്നു കേട്ടോ, കുറേ അധികം ദൂരം വന്നു. അതിലേക്ക് ഞാൻ നടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഓമൻ ചേച്ചി ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നെടുത്ത്. ഓമൻ ചേച്ചി തയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഓമൻ ചേച്ചിയുടെ വീട്ടിൽ ഇതിലേയും കൊണ്ടൊക്കെ ആ കാണുന്ന വഴിയൊക്കെ ഞാനും പിള്ളേരൂടെ കയറി നടന്നു പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ വഴിയൊക്കെ സെറ്റാക്കിയെന്ന് വെച്ചാൽ സെറ്റാക്കിയേ നല്ല അടിപൊളി. അവിടെ കൊളുന്ത് വണ്ടി ഇട്ട് കൊളുന്ത് കയറ്റുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, അയ്യോ ഭയങ്കര. നേരത്തെ ഇതിലിങ്ങോട്ടൊക്കെ വരാനായിട്ടൊരു കുഞ്ഞിക്ക വഴിയേ ഉള്ളായിരുന്നു, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവിടെ ഒരു ഭയങ്കര എന്നാ പറയുന്നത് ഒരു മരങ്ങളുടെ എല്ലാം ഒരു ഭയങ്കര ഒരു ഇരുട്ട് പിടിച്ചൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ചേട്ടായുടെയൊക്കെ മെയിനായിട്ടുള്ള ഓഫീസ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ. മനസ്സ് വെച്ചാൽ നടക്കത്തില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. സത്യം പറഞ്ഞാൽ മഴയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സർവീസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആക്കാൻ പറ്റും. ഇതിലേക്ക് തന്നെ ചുമ്മാ ഒന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഇച്ചിരി ദൂരോട്ടേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ മഴയാണെങ്കിൽ നമ്മൾ വഴിക്കൊക്കെ ചെല്ലുമ്പോൾ വിട്ടുപോകും. പിന്നെ ഒത്തിരി വണ്ടിയൊക്കെ ഉള്ളിടത്തൂടെയൊക്കെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഉള്ള വഴികളിൽ കൂടെയൊക്കെ ഒന്ന് ഓടി തെളിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതല്ലേ നല്ലത് അല്ലേ. എപ്പോഴും ഞങ്ങളുടെ ആശാൻ പറയും കേട്ടോ, ഡ്രൈവിംഗ് സ്കൂളിലെ എപ്പോഴും തിരക്കുള്ള വഴിയേ പോകണം.
ആളില്ലാത്ത വഴിയെ പോവരുത് എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വിശക്കാൻ തുടങ്ങി കേട്ടോ, സത്യമായിട്ടും വിശക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്നാണേലും ഒരു 3-4 കിലോമീറ്റർ മുകളിലുണ്ട് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലണമെങ്കിൽ ഇവിടുന്ന്. അപ്പം അങ്ങ് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന ഈ വഴി പണി തേക്കുന്നത് കണ്ടപ്പോൾ ഇതെന്തേരം പണിതു എന്നൊക്കെ അറിയാം എന്ന് പറഞ്ഞ് വന്ന എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നതാട്ടോ. വന്ന് 9 ഏക്കറിൻ്റെ സൂര്യകാന്തിക്കോല വരെ എത്തി കേട്ടോ. അവിടെ ഒരു കുഞ്ഞി അമ്പലമൊക്കെ ഉണ്ട്. നമ്മളെ അറിയാവുന്ന ഒരു അക്കായെ കണ്ടു. അപ്പോൾ ഈ പേരൊക്കെ ഞാൻ മറന്നുപോയി, ഈ സ്ഥലത്തിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അക്ക ഈ പേരെന്നായിരുന്നു? അപ്പോൾ സൂര്യകാന്തിക്കോല, നീ മറന്നുപോയോ എന്ന്. പിന്നെ അതിലേ തന്നെ നമുക്ക് മുകളിലോട്ട് പോയി ഉപ്പേറയ്ക്ക് പോകാം. പക്ഷേ കുറേ സ്ഥലം 9 ഏക്കറിൻ്റെ അങ്ങോട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേനും ഭയങ്കര കട്ടറാന്ന് പറഞ്ഞു. ഇന്നാണ് ഞങ്ങൾ അനിയൻ്റെ വീട്ടിൽ കയറി താമസിച്ചപ്പോൾ കണ്ടായിരുന്നു, ഭയങ്കര കട്ടറ. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചാൽ മോനെ നീ പഠിച്ചോ എന്ന്. ഞാൻ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ കട്ടർ വഴി പോകണ്ട, ഇതിലേ കോച്ചാതാ നല്ലത്. അപ്പം നമ്മളിനി തിരിച്ച് പോവാം കേട്ടോ. മണിയുടെയാണോ അല്ല കെട്ടിടം പണിയുടെ കേട്ടോ. ഞാൻ ദേ അപ്പോൾ ഓടിച്ച് മെയിൻ സിറ്റിയിലോട്ട് ഇറങ്ങി, ഹൈവേയിലോട്ട് ഇറങ്ങി കേട്ടോ. എന്നാ പറയുന്നത്, മാട്ടുക്കട്ടയെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ എത്തി സിറ്റിയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി തിരിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ വന്ന് കയറി ഇത് എന്നാ ഉപ്പേരുടെ മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വരികയല്ലേ, ആ കൊച്ചു വന്നു. അതിന് പൈസ കൊടുത്ത സമയമായതേ ഉള്ളൂ. ദൈവം മഴയായി. എൻ്റെ ദൈവം എന്നെ കാത്തു വരുമായിരിച്ചു. 2 മണിക്കൂറോളം ഞാൻ വണ്ടി ഓടിച്ചു കേട്ടോ. എന്നാണ് അപ്പോൾ എന്തായാലും മഴ പെയ്തത് ഇപ്പോഴാണ്. അപ്പം ഇങ്ങനത്തെ മരുന്നിന് ഒക്കെ കഴിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ കുളിച്ച് ഇട്ടൊക്കെ വേണം കഴിക്കാമെന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താണ് ഈ പൊടി 2 ഇതിനകത്ത് പൊട്ടിച്ചിടണം ചേച്ചി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ വേണമെങ്കിലും ചുമ്മാ വെള്ളം കഴിക്കാം, പക്ഷേ ഇതിനകത്ത് പൊട്ടിച്ചിട്ടിന് വേണം ഒന്നുകൂടെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പൊട്ടിച്ച് മിക്സൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് മുമ്പേ നിങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ ഗുളിക കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ഗുളികയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഓരോ സ്പൂൺ വെച്ച് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മതി. ഇതുകൊണ്ട് മാറിക്കോളും, ഉറപ്പാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കവർ പൊട്ടിച്ചിട്ടു, അടുത്തും കൂടെ പൊട്ടിച്ചിടാം. അയ്യോ, ഈ ചുമ ആർക്കും വരാതിരിക്കട്ടോ കേട്ടോ. എൻ്റെ പൊന്നമ്മേ, എനിക്ക് ചുമ ഒന്നാതെ പറ്റത്തില്ല. എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വേദന എടുക്കും. അങ്ങനെ ഇങ്ങനെ എനിക്ക് ചുമ വരത്തുമില്ല കേട്ടോ. ഇതേപോണക്കൊരു വരവ് ഇപ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് ഇവന് ഒരു ഉണക്ക സ്പൂണിട്ടാണ് കേട്ടോ. ഉണക്ക സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേട്ടായിയോടും കഴിക്കാൻ പറയാം. ചേട്ടായിക്കും ചുമയാണ്. അങ്ങനെ ഇന്ന് കുറേ സമയം വണ്ടി ഓടിച്ചു. എന്നാ പറയുന്നത്, ആദ്യം ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് വഴിയെ പോയി അങ്ങ് ഏകദേശം ചെമ്മണ്ണ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി കേട്ടോ. അത്രയും നമ്മുടെ എസ്റ്റേറ്റിൻ്റെ കഴിഞ്ഞിട്ട് കുറേ കൂടെ അങ്ങോട്ട് പോയി. അപ്പം അത് കഴിഞ്ഞേച്ച് പിന്നെ തിരിച്ചിങ്ങ് പോന്നു. വിശക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങ് പോന്നേക്കാന്ന് വിചാരിച്ചു. വന്നപ്പം നോക്കിയപ്പോഴത്തേനും പെട്രോള് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വണ്ടിക്കകത്ത് ഫുള്ള് കിടന്നോട്ടെ, പെട്രോൾ ഫുൾ അടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പരപ്പയിലോട്ട് പോയി പെട്രോൾ അടിക്കാൻ. പരപ്പയിൽ ചെന്നപ്പോൾ നല്ല വെയിൽ, മഴയില്ലാതെ ഞാൻ ചെമ്മണാമ്പലത്തിന് അവിടെ വരെ പോകണമെന്ന് വിചാരിച്ചാൽ പോയത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ വെറുതെ മാട്ടുക്കട്ട വരെ ഒന്ന് പോയി. മാട്ടുക്കട്ട വരെ പോയി കേട്ടോ. മാട്ടുക്കട്ട വരെ പോയി. ഞാൻ എന്താ പറയുക, നമ്മൾ വണ്ടി ഇല്ലാത്തടത്തോടെ തന്നെ ഓടിച്ച് കഴിയുമ്പോഴും നമുക്കൊരു ഇതാവുമല്ലോ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോളൂല്ലോ. എന്താ പോയേക്കാന്ന് വിചാരിച്ചു. വണ്ടികളുടെ എല്ലാം ഇടയ്ക്കൂടെയൊക്കെ പോയി കേട്ടോ. പോയിട്ട് ഒരു കുഴപ്പവും വരാണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തു വരുവാലിച്ച് ഇരിക്കുന്ന അവിടെ അമ്മ മാതാവ് കാത്തു വരുവാലിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യമാണല്ലോ നമ്മൾ മനസ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മരണവും നമ്മുടെ നിഴലും പോലെ അല്ലേ. അപ്പം എപ്പോൾ എങ്ങനെ സംഭവിക്കണം എന്നൊക്കെ ഉള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അത് നമുക്ക് ആർക്കും ഒന്നും തിരുത്തി കുറിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ വണ്ടിയാകുമ്പം തട്ടും മുട്ടും വീഴും, ഇതൊക്കെ പ്രശ്നമൊക്കെയാണ്. പക്ഷേ ചേട്ടായിക്കൂടെ ഭയങ്കര പേടിയാണ്. ഞാനെപ്പോഴും പറയും, എൻ്റെ ചേട്ടായി തട്ടും മുട്ടും വീഴ്ചയൊക്കെ ഇതിനകത്തുള്ളതാണ്, ചേട്ടായി വേറെ വല്ല കാര്യം പറയുന്നതൊക്കെ പറയും കേട്ടോ. പക്ഷേ എടുക്കുമ്പം പോകാൻ നേരത്തെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോവും, ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പോവും. അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് താക്കോൽ വരെ കൈ കൊണ്ട് എടുക്കത്തുള്ളൂ. ഇനി വരുന്നതൊക്കെ ദൈവത്തിൻ്റെ ഇത് മാനിയൊക്കെ ആവട്ടെ അല്ലേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണോ അതേ കണക്കൊക്കെ ആവട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുണ്ടക്കയത്ത് വരെ പോകണം, ചേച്ചിനെ പറ്റിക്കണം, ഓർക്കാപ്പുറത്ത് അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നത്. പക്ഷേ ഈ മഴ കാരണം അങ്ങോട്ടേക്ക് ഫുൾ ഇറക്കമല്ലേ, അതുകൊണ്ട് ഞാൻ പോകാത്തത്. അപ്പോൾ മഴയൊക്കെ മാറട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതൽ ആ ബെൽ ബട്ടനോട് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.